കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല, ബിജെപിയിൽ നിന്ന് PR ശിവശങ്കർ എന്നിവരാണ്. ആദ്യം ശ്രീ അനിൽകുമാർ, ഈ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടകരാരാണ്? സംഘാടകര് വിഴിഞ്ഞം പദ്ധതി ആരാണോ നടപ്പാക്കുന്നത് അവരാണ്. ആണോ? ഭയങ്കര. കാരണം വിഴിഞ്ഞം ആരാണ് വിവാദമാക്കിയത്? അതിലേക്ക് നമുക്ക് വരാം. ശ്രീ അനിൽകുമാർ, ആദ്യം ഈ ചടങ്ങിന്റെ പേരിലുള്ള വിവാദത്തിന്റെ വ്യക്തത വരുത്തണമല്ലോ. താങ്കൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത് കേരള സർക്കാരാണ്. ചടങ്ങ് കാര്യമില്ലാത്തത് കൊണ്ടല്ലോ നിങ്ങൾ പ്രധാനമന്ത്രിയെ വിളിച്ച് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത്. അങ്ങനല്ല. ഒന്ന്, ഈ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് ഞാൻ കേട്ടത് ആരുടെ വിഴിഞ്ഞമെന്നാണ്. എന്നിട്ട് ആണ് ഞാൻ കണ്ടത്, കാർഡ് കണ്ടത്. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്. ചർച്ചയിലേക്ക് വരാം. ആദ്യം കുറച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷമല്ലേ നമ്മൾ വിഴിഞ്ഞം പൂർത്തിയായി. അതെ, അതാണ് ചോദിച്ചത്. വിഴിഞ്ഞം പൂർത്തിയായി, അതിന്റെ കമ്മീഷനിങ് നടക്കുന്നു. കമ്മീഷനിങ് നടക്കുന്നു. കാതലായ വിഷയത്തിലേക്ക് വരാം. ഇത് ചോദ്യം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ശ്രീ അനിൽകുമാർ. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചോ ക്ഷണിച്ചില്ലയോ എന്നൊരു തർക്കം നടക്കുന്നു. പ്രോഗ്രാം ചാർട്ട് ചെയ്തത് ആരാണ്? സംസ്ഥാന സർക്കാരാണ് എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. ആ ചാർട്ട് ചെയ്ത പ്രോഗ്രാം പ്രകാരം പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്താണ് ഈ ചടങ്ങിൽ? ഞാൻ ആ നോട്ടീസ് ഒന്നും കണ്ടിട്ടില്ല. 2-ാം തീയതി നടക്കാൻ പോകുന്നൊരു പരിപാടിയാണ്. പരിപാടി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അത് മന്ത്രിസഭാ വാർഷികത്തിന്റെ അനുബന്ധമായി നടന്ന പരിപാടിയാണ്. അതിലൊന്നും ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതാണ്. ഇപ്പൊ പരിപാടിയുടെ അറ്റത്തൊരു കസേര ഞാൻ വന്നിരുന്നോളാം എന്ന് പറയുമ്പോൾ 6 മാസം മുമ്പ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയ വിഴിഞ്ഞം എങ്ങനെയാണ് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമാകുന്നത്? സംസ്ഥാന സർക്കാർ ആകാശം മുടക്കിയത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷമാണോ വിഴിഞ്ഞം? ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ആ നടത്തിയ ഘട്ടത്തിൽ അതിൽ പങ്കെടുത്തു VD സതീശൻ. അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് കല്യാണ സദ്യ കൊണ്ടിട്ട് ഛർദ്ദിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഛർദ്ദിക്കുന്നൊരു VD സതീശൻ. ഇങ്ങനെ ഛർദ്ദിയുള്ള സതീശൻ എന്തിനാ വിഴിഞ്ഞെത്തി ഉദ്ഘാടനത്തിന് കെട്ടിക്കേറി പോകുന്നത്? പ്രതിപക്ഷ നേതാവ്. പുതിയ സാഹചര്യത്തിൽ ഈ തുറമുഖം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ പണം മുടക്കുള്ള തുറമുഖമാണ്. അത് മന്ത്രിസഭാ വാർഷികത്തിനല്ലാണ്ട് പിന്നെ എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്? അതിന് വരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട VD സതീശൻ പ്രഖ്യാപിക്കുമ്പോൾ ദേശീയപാത ഉദ്ഘാടനത്തിന് വരാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താണ് കാര്യം? BJP രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന LDF സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിക്ക് എന്താണ് റോൾ? BJP കേന്ദ്ര സർക്കാരിനെതിരായി സന്ധിയില്ലാ സമരം നടത്തുന്നതിൽ 2 വശമുണ്ട്. ഒന്ന് നിയമപരമായ യുദ്ധമാണ്. അത് ഗവർണറെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചിട്ടുണ്ട്. ഇത് LDF സർക്കാരിന്റെ വാർഷികാഘോഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടില്ലേ ശ്രീ അനിൽകുമാർ? പിന്നെ സാധ്യമായിടത്തല്ല ഉമ്മൻചാണ്ടി കല്ലിട്ട് വെച്ചിട്ടുണ്ട്. നാളെ എരുമേലി വിമാനത്താവളം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ വരികയും ചെയ്യും. അത്രയൊക്കെ നിങ്ങൾക്കുള്ളൂ. ലജ്ജയില്ലല്ലോ. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ പോയിന്റിലേക്ക് കൂടി വരും. ഇവിടെ ചർച്ചയിൽ ചോദിച്ച ചോദ്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. LDF സർക്കാരിന്റെ വാർഷികം പ്രമാണിച്ച് നിരവധി ഉദ്ഘാടനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് കേരള സർക്കാർ പണം മുടക്കുന്ന പദ്ധതികൾ വാർഷികത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ അതനുസരിച്ച് ഇത് മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൽ PMOയ്ക്ക് അയച്ചു കൊടുത്താൽ PMO ആണ് തീരുമാനമെടുക്കുക. അല്ല, PMOയ്ക്ക് അയച്ചു കൊടുത്തതിൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ശ്രീ അനിൽകുമാർ. നിങ്ങൾ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിന്റെ കാരണമായി സർക്കാരിന്റെ വാർഷികാഘോഷം എന്ന് പറയുന്നു.
അത് PMOയോട് പറഞ്ഞിട്ടുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമോ? മന്ത്രിസഭയുടെ വാർഷികാഘോഷം കൂടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അറിയാമോ? അത് ഉത്തരം പറ. കേരള സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം ഉദ്ഘാടനം വച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്നതിന് പ്രാധാന്യമുണ്ട്. കാരണം ദേശീയ തുറമുഖമാണ്. നാളെ ഇതിന്റെ വികസനത്തിന് ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്തുണ. ശരി, ഇത് പ്രധാനമന്ത്രിക്ക് അറിയാമോ? കേന്ദ്രം വാർഷികാഘോഷമാണെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാമോ? അതുകൊണ്ടാണ് അതല്ലേ ഞാൻ മറുപടി പറയുന്നത്. അതാണ് ഞാൻ മറുപടി പറയുന്നത്. കേരള സർക്കാർ എന്തു ചെയ്യണം എന്നല്ല പ്രധാനമന്ത്രിയുടെ ആഫീസ് തീരുമാനിക്കുന്നത്. ഈ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കാൻ എന്താണ് കേരള സർക്കാർ ആ പദ്ധതിയിൽ വരുത്തേണ്ട ക്രമീകരണം? അതിന്റെ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടും ചടങ്ങിന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ടും എന്താണോ ചെയ്യേണ്ടത് എന്ന് PMO സാങ്ഷൻ ചെയ്ത് കിട്ടുന്ന മുറയ്ക്ക്. എന്ന് വെച്ചാൽ എന്താണ് താങ്കൾ പറയുന്നത് ശ്രീ അനിൽകുമാർ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. എന്ന് വെച്ചാൽ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പങ്കെടുപ്പിക്കണോ വേണ്ടയോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസാണോ തീരുമാനിക്കുന്നത്, അതോ നിങ്ങളാണോ? ഒരിക്കലുമല്ല. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ആഗ്രഹം. ഭയങ്കരം തന്നെ. സദ്യ ഉണ്ണാൻ പോയിട്ട് പിന്നീട് ഛർദ്ദിക്കുന്ന പോലെ കഴിഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ ചെയ്ത കാര്യം ചെയ്യാതിരിക്കണമെന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അദ്ദേഹം അല്ല, ആ അപേക്ഷ അവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരുടെ പട്ടികയിൽ പ്രതിപക്ഷ നേതാവിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അത് പറയണ്ടേ? പ്രതിപക്ഷ നേതാവ് എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് ജനാധിപത്യത്തിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ഗതികേട് പ്രതിപക്ഷ നേതാവിന് ഇല്ലല്ലോ. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, തിരിച്ചു പറയാനുള്ളത് സർക്കാരും പറഞ്ഞിട്ടുണ്ടാകും. അത് ചടങ്ങിൽ പങ്കെടുത്ത് ചടങ്ങിനെ കുറ്റം പറഞ്ഞു, സദ്യ കഴിഞ്ഞ് ഛർദിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ജനാധിപത്യം കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അതെ, അപ്പൊ അവിടെ പ്രതിപക്ഷ നേതാവ് വരണം എന്നാണ് സർക്കാരിന്റെ താല്പര്യം. പ്രതിപക്ഷ നേതാവ് മാത്രം പോരാ, K. സുധാകരൻ വരണം. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഈ പ്രോട്ടോകോൾ, നിങ്ങൾ കൊടുത്ത പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അതെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഇത് വ്യക്തമാകും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അഹങ്കാരം, ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, ഈ മുഖ്യമന്ത്രിയുടെ ധിക്കാരം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ 3 കാര്യം കൊണ്ട് വിഴിഞ്ഞത്തേക്ക് വന്നാൽ അത് നടക്കില്ല. പ്രതിപക്ഷ നേതാവിന്റെ വിഴിഞ്ഞത്തെ പ്രസംഗമാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. K. സുധാകരന്റെ പ്രസംഗം വേറെ കിടപ്പുണ്ട്, K. മുരളീധരന്റെ പ്രസംഗം വേറെ കിടപ്പുണ്ട്. ഈ പറഞ്ഞവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് വിഴിഞ്ഞത്തേക്ക് വരട്ടെ. അവരിയ്ക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി എന്ത് കപ്പാസിറ്റിയിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം വിഴിഞ്ഞം പദ്ധതി പോലൊരു സുപ്രധാന പദ്ധതിയുടെ ഔദ്യോഗിക വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നത്? ഒന്ന്, ഇവിടെ ചർച്ചയിൽ തെറ്റായ രാഷ്ട്രീയ കാര്യം പറഞ്ഞു. ഈ പദ്ധതിക്കെതിരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സമരം വിഴിഞ്ഞത് നടന്നിട്ടില്ല. നടന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളം. നുണ എന്ന് പറഞ്ഞാൽ കല്ല് വെച്ച നുണ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് പദ്ധതി ഉദ്ഘാടന ചടങ്ങിലുള്ള റോൾ എന്തായിരിക്കും, പദ്ധതിയിലുള്ള റോൾ എന്തായിരിക്കും എന്ന് പറയാൻ കഴിയാത്ത CPM-ന് മുഖ്യമന്ത്രിയുടെ കുടുംബം ഈ ഔദ്യോഗിക വിശദീകരണത്തിലൊക്കെ പങ്കെടുക്കുന്നതിന് എന്താണ് വിശദീകരണം? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അല്ലല്ല, നിങ്ങള് വസ്തുതകളെ വളച്ചൊടിക്കരുത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.